ദൈവത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞത്. ദുഷ്ടരുടെ പ്രതിഫലം നമുക്ക് എപ്പോഴാണ് കാണാൻ പറ്റുന്നത്? ദൈവത്തോടൊപ്പമായിരിക്കുമ്പോൾ, ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ, ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ, ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ. പിന്നെ ദുഷ്ടരുടെ പ്രതിഫലം എപ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? നമ്മുടെ ജീവിതത്തിൽ തന്നെ. സിമ്പിൾ ആയിട്ട് ഈശോ പറഞ്ഞൊരു കാര്യം, അതോടെ ഞാനിപ്പോ റെക്കോർഡ് ചെയ്തത് ചെയ്യില്ലായിരുന്നു. അതായത് ദുഷ്ടരുടെ പ്രതിഫലം നമ്മുടെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണും. സിമ്പിൾ ആയിട്ട് ഈശോ പറഞ്ഞൊരു കാര്യം, ദൈവത്തെ അനുസരിക്കുമ്പോൾ, അല്ലെ? ദൈവത്തെ അനുസരിക്കാൻ എപ്പോ നമ്മൾ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അനുസരിച്ച് പ്രവർത്തിക്കുന്നു, ആ സമയം പിന്നെ ദുഷ്ടൻ, കാരണം എന്താ, ദുഷ്ടനാകുന്ന പിശാചിന് അനുസരണശീലം ഉണ്ടോ? ഇല്ല. അവനില്ലാത്തൊരു കാര്യം ഞാൻ ദൈവകൃപയാൽ നേടിയെടുക്കുമ്പോ അവന്റെ പ്രതിഫലം എന്താണ്? ദുഷ്ടന്റെ അധപതനം കാണുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്, അല്ലെ? എന്റെ ജീവിതം, എന്റെ ദൈവഭയം, എന്റെ ദൈവസ്നേഹത്തിന്റെ ഒരു പ്രത്യുത്തരമായിട്ടാണ് ദുഷ്ടന്റെ പതനം കാണാനായിട്ട് ദൈവം നമ്മളിൽ ഇടയാക്കുന്നത്. അപ്പൊ ദുഷ്ടന്റെ, നമ്മൾ പല കാര്യങ്ങളും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ദുഷ്ടന്റെ പ്രതിഫലം എങ്ങനെയൊക്കെ കാണും. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ദുഷ്ടന്റെ പ്രതിഫലം നമുക്ക് എല്ലാവർക്കും കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് നേരിട്ട് അറ്റാക്ക് ചെയ്യാൻ, ദുഷ്ടനോട് നേരിട്ട് അറ്റാക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. കാരണം ദുഷ്ടന് ശക്തിയുണ്ട്, അല്ലെ? ദുഷ്ടൻ ഏത് വഴിക്കൊക്കെയാണ് നമ്മളോട് യുദ്ധം ചെയ്ത് വരണേന്ന് നമുക്കറിയില്ല. കാരണം അവൻ വഞ്ചകനാണ്, അല്ലെ? അവൻ നശിപ്പിക്കാനും കൊല്ലാനും നഷ്ടപ്പെടുത്താനുമാണ് അവന്റെ, മോഷ്ടിക്കാനുമാണ് അവന്റെ സ്വഭാവം. അപ്പൊ അവൻ ഏതൊക്കെ വഴിയാണ് നമ്മളെ നശിപ്പിക്കുന്നത്? ഇപ്പൊ ഇന്ന് കേരള സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു സിനിമ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇപ്പൊ ഇറങ്ങിയതല്ല, അത് ബ്ലോക്ക് ആക്കി. പക്ഷെ കാരണം എന്താണ്, അത് കണ്ടു കഴിഞ്ഞാൽ പലർക്കും അത് ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടെന്ന് വെച്ചാല് അധികാരികൾക്ക്, രാഷ്ട്രീയ അധികാരികൾ, പലരുടെയും എന്താണ്, സേവിങ്സ് ആണ് തിന്മ, അല്ലെ? ഈ സേവിങ്സ് നിലനിർത്തുന്നത് തിന്മയിൽ കൂടി, നന്മയിൽ കൂടി ആരെങ്കിലും സേവിങ്സ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് എന്താ, പലതും കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ചാൽ മാത്രമേ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതിൽ കുറച്ച് സ്മൂത്ത് ആയിട്ട് നടക്കുകയുള്ളൂ കാര്യങ്ങൾ എന്നാണ് ആര് വിചാരിക്കുന്നത്? മനുഷ്യനെ ചിന്തിപ്പിക്കുന്നത്, അല്ലെ? മനുഷ്യൻ അങ്ങനെ ചിന്തിക്കുന്നത്. അത് ആര് വഴിയാണ്? അത് പിശാചിന്റെ ചിന്തയാണ്, ലോകം തരുന്ന ചിന്തയാണ്. പക്ഷെ ദൈവം പറയുന്ന അങ്ങനെയല്ല, അല്ലെ? ദൈവത്തിന്റെ ചിന്തകളും മനുഷ്യരുടേതുപോലെയല്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ദൈവത്തിന്റെ ചിന്ത, ഇപ്പോ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സന്തോഷ് കുളങ്ങരയുടെ ഒരു ടോക്കിംഗ് ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. സ്വർഗത്തില് എന്ത് വാഴക്ക ചെയ്യാണ് ദൈവം, എന്ത് വാഴക്ക ചെയ്യണമെന്ന് ചോദിക്കുന്ന ഒരു ക്രിസ്ത്യാനിയും കൂടിയാണ് അങ്ങേര്, അല്ലെ? അപ്പൊ ഈ മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ ആണോ ദൈവം ചിന്തിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തില് 6-ാമത്തെ അധ്യായത്തിൽ തന്നെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവം വേദനയോട് പരിതപിക്കുന്നുണ്ട്. എന്ന് വിചാരിച്ച് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിൽ കർത്താവ് ബ്ലോക്ക് ചെയ്തോ? അന്ന് വേദനിച്ചത്. ഇപ്പൊ നമുക്കിപ്പോ ഒരു വ്യക്തിയോട് താല്പര്യമില്ല, നമ്മള് ആ വ്യക്തിയിൽ നിന്നും ടോർച്ചറിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫോണിലാണെങ്കിൽ ബ്ലോക്ക് ചെയ്യും, അല്ലെ? അല്ലെങ്കിൽ ഫോണിലല്ലാന്നുണ്ടെങ്കിലോ നമ്മൾ അവരുമായിട്ടുള്ള കോണ്ടാക്ട്സ് ഇല്ലാതാക്കും, അല്ലെ? ബ്ലോക്ക് ഇല്ലാതാക്കും. പക്ഷെ ദൈവം അങ്ങനെ ചെയ്യുന്നില്ല, അല്ലെ? തിന്മ ചെയ്യുന്നവരെയും നന്മ ചെയ്യുന്നവരെയും ജീവിക്കാൻ അവരുടെ ജീവിത സ്വാതന്ത്ര്യം കൊടുത്തു. ഇത് ദൈവത്തിന്റെ എന്താണ്, ദൈവത്തിന്റെ പ്രവൃത്തിയാണത്, അല്ലെ? എല്ലാവർക്കും സാവൂളിനെ പൗലോസാക്കാനായിട്ട് ദൈവം എന്ത് ചെയ്തു? ഒരു രക്തസാക്ഷിയുടെ ചുടുനീളം വീണ കണ്ടിട്ടും ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ അലിവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആരും വന്ന് ഒന്നും ചെയ്തതല്ല പൗലോസ്ലീഹയാക്കിയത്, അല്ലെ? ദൈവത്തിന്റെ ഇടപെടല് തന്നെ. അങ്ങനെ വിശുദ്ധരുടെ സമൂഹത്തില് അനേകം പലവിധ മതസ്ഥരായിട്ടുള്ള പല ജനജീവിതങ്ങളിലായിരിക്കുന്ന ഒരുപാട് മനുഷ്യർ വിശുദ്ധ ഇടം നേടിയെടുത്തിട്ടുണ്ട്.
അപ്പോ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ഒന്നും രക്ഷപ്പെടാൻ ഈ ഭൂമിയിൽ വെച്ച് സാധിക്കില്ല എന്ന് മനുഷ്യരാദ്യം മനസ്സിലാക്കണം. ദൈവത്തെ അനുസരിച്ച് കഴിഞ്ഞാൽ, ദൈവകൃപയെ വിശ്വസിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദുഷ്ടന്റെ പ്രതിഫലം എന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ. എനിക്ക് എനിക്ക് പ്രതിബദ്ധതകളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് പ്രതിയോഗികളുണ്ട്. പക്ഷെ എനിക്ക് നേരിട്ടൊന്നും അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ നിസ്സഹായനാണ്. എന്റെ കൂടെ നിൽക്കാൻ ആരുമില്ല. പക്ഷെ ആരുണ്ട്? അങ്ങനെ ചിന്തിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവമുണ്ട് അല്ലേ? വിശുദ്ധ ഗ്രന്ഥത്തിലും ഈ ലോക ചരിത്രത്തിൽ കൂടിയും നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു സത്യമാണ്, ദൈവം നമുക്കുണ്ട്. പക്ഷെ ദൈവത്തോടൊപ്പം നീ ഉണ്ടോ എന്നുള്ളത് മാത്രമേ ദൈവം ചോദിക്കാറുള്ളൂ. ദൈവത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരാളെ തോണ്ടി വലിച്ചിടാനായിട്ട് പിശാചിന് സാധിക്കില്ല. സാധിക്കോ? ഇല്ല. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ആ വിശുദ്ധ ഗ്രന്ഥത്തിൽ ജോബ്, തോബിയാസ്, തോബിത്തിന്റെ ജീവിതം ഒക്കെ നമുക്ക് എന്താണ് ഒരുപാട് ജീവിതങ്ങൾ, അബ്രഹാം, മോശ, നോഹ, അങ്ങനെ കുറേ മനുഷ്യര് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കൂടി. അതുപോലെ ഈശോ മരിച്ചു കഴിഞ്ഞതിന് ശേഷം എത്രയോ വിശുദ്ധര്, ഇന്നും ജീവിക്കുന്ന വിശുദ്ധര് ഉണ്ട് അല്ലെ? ഒരുപാട് സങ്കടങ്ങളിൽ കൂടി നേടിയെടുത്ത, ആരും അറിയാത്ത, ഞാൻ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ പലപ്പോഴും എനിക്ക് മനസ്സിലാക്കുന്ന കാര്യം, നമ്മളെക്കാൾ വിശുദ്ധിയിൽ ജീവിക്കുന്ന, പക്ഷെ ഇന്നാക്റ്റീവ് ആണെങ്കിൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ഓർക്കാറുണ്ട്, ഇന്നാക്റ്റീവ് ആകുന്നവരെയൊക്കെ അങ്ങോട്ട് മാറ്റാം. കാരണം അവര് വെറുതെ അവരുടെ ഫോണില് മെസ്സേജുകൾ, നമ്മൾ ഒത്തിരി മെസ്സേജുകൾ പ്രേയേഴ്സ് ചെയ്യുന്നത്, ആക്റ്റീവ് ആകുന്നത്, പ്രേയേഴ്സുകൾ എല്ലാവരും ഇടുന്നതുകൊണ്ട് അതിൻ്റെതായ, അപ്പൊ അവര് റെസ്പോൺസ് ചെയ്യുന്നില്ലെങ്കിലും അവർക്കും ഒരു ഉത്തരവാദിത്വം ഉണ്ട്. പക്ഷെ അത് അവർക്ക് താല്പര്യക്കുറവുണ്ടോ എന്താ നമുക്ക് അറിയില്ല. പക്ഷെ എനിക്ക് പിന്നെ മനസ്സിലായ കാര്യം, നിനക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ നീ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? പിന്നെ കാരണം റിമൈൻഡ് ചെയ്യണം അല്ലെ? ഈശോ എന്താ ചെയ്യുന്നത്? എപ്പോഴും എന്താ ചെയ്യുന്നത്? ഈശോ എല്ലാവരിലും റിമൈൻഡ് ചെയ്യുന്ന കാര്യം എന്താണ്? ദൈവത്തെ അനുസരിക്കാനാണ് അല്ലെ? ദൈവത്തെ അനുസരിക്കാൻ വേണ്ടി മാത്രമേ ദൈവം റിമൈൻഡ് ചെയ്യുള്ളൂ. ഇത് ചെയ്യുന്നില്ലെങ്കിൽ നമ്മളുടെ ജീവിതം പ്രതിസന്ധിയിലും പ്രതികാരത്തിന്റെ ദുഷ്ടാത്മാവും നമ്മളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തും. അതുകൊണ്ടാണ് ദുഷ്ടന്റെ പ്രതിഫലം നമ്മൾ കാണാത്തതിന്റെ, അല്ലെങ്കിൽ അവന്റെ ദുഷ്ടതയുടെ ഭീകരതയുടെ മുമ്പിൽ നമ്മൾ നിസ്സഹായം നിൽക്കുന്നതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ദൈവത്തെ ഞാൻ അനുസരിക്കാൻ തുടങ്ങിയിട്ടില്ല, ചിന്തിക്കാത്തത്. പക്ഷെ നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, ഒത്തിരി അങ്ങനെ ആത്മീയ അധ്വാനങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഒരിക്കൽ പോലും ദൈവത്തെ ഞാൻ ഈശോ നൽകിയൊരു ചിന്തയാണ്, നീ ഞാൻ പറഞ്ഞു, എനിക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഓരോരുത്തരും പറയുന്നതും ഒക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നു, എങ്ങനെ സംഭവിക്കുന്നു? അപ്പൊ ഞാൻ ഈശോയോട് ആദ്യമായിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം, വചനം കൊടുക്കണം. വചനം കൊടുക്കാനായിട്ട് എന്റെ കയ്യിൽ വചനം വേണ്ടേ? വേണോ? കൊടുക്കണം, കയ്യിൽ വേണം. പക്ഷെ എന്റെ കയ്യിലൊന്നുമില്ല, പിന്നെ ഞാൻ എങ്ങനെ കൊടുക്കും? പക്ഷെ തരുന്നത് ആരാണെന്ന് മനസ്സിലാക്കി തന്നതിന് ശേഷം ആരാ പറയാൻ പറഞ്ഞത് കൊടുക്കണം എന്ന്? ഈശോ പറയുന്നുണ്ടെങ്കിൽ, ഈശോ എന്റെ കയ്യിൽ വചനം ഇല്ലാന്ന് എനിക്കറിയാം. പക്ഷെ ഈശോ ഇല്ലാത്ത സാധനം കൊടുക്കാനായിട്ട് ദൈവത്തിന് മാത്രം സാധിക്കുള്ളൂ അല്ലെ? ഒന്നുമില്ലായ്മയിൽ നിന്നും എല്ലാം സൃഷ്ടിച്ച ദൈവത്തിന് നമ്മൾക്കില്ല എന്ന് മനസ്സിലാക്കിയ കാര്യം കൊടുക്കുക എന്നുള്ളത് ഞാൻ പലപ്പോഴും ഓർക്കും. സ്നേഹിക്കാനായിട്ട് കുറച്ചും കൂടി തീഷ്ണത കൂട്ടണം. പക്ഷെ എങ്ങനെയാണ് സ്നേഹം കിട്ടാത്ത മനുഷ്യരെ എങ്ങനെയാണ് സ്നേഹിക്കാം? പക്ഷെ ഈശോയുടെ മുമ്പിൽ നമ്മൾ അതിനൊക്കെ ഉത്തരവുണ്ട്, എല്ലാത്തിനും നമുക്ക് ഉത്തരവുണ്ട്. ഈശോയെ ആരെ സ്നേഹിച്ചിട്ടില്ല? പക്ഷെ ഈശോ എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ദുഷ്ടരെയും ശിഷ്ടരെയും ആക്രമിച്ചവരെയും നിന്ദിച്ചവരെ അപമാനിച്ചവരെയും ചങ്ക് പറിച്ചു കൊടുത്തവരെയും ചങ്ക് കുത്തിത്തുളച്ചവരെയും ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്തവരെയും തള്ളിപ്പറഞ്ഞവനെയും എല്ലാവരെയും ഈശോ ഒരേപോലെയാണ് സ്നേഹിക്കുന്നതും അല്ലെ? അപ്പൊ എല്ലാവരിലേക്കും ഈ കൃപ തിരിച്ച് പിടിക്കണമെങ്കിൽ ഈശോയിലേക്ക് എല്ലാവരും വരണം അല്ലെ? ഇതാണ് നമ്മളുടെ ദൈവാത്മാവ് നമ്മളോട് പറയുന്നൊരു കാര്യം. അതായത് നമ്മൾ ചുറ്റിലുള്ള നമ്മുടെ തിന്മയെ അടിച്ചമർത്തണോ? നമ്മൾക്ക് കയ്യിലിരിക്കുന്ന ഒരു വെപ്പണും സാധിക്കില്ല. നമ്മുടെ ജപമാല ഭക്തി നമുക്ക് ഉണ്ട്, പക്ഷെ എന്തുകൊണ്ടോ നമുക്ക് അതിൽ പ്രബലപ്പെടാൻ പറ്റുന്നില്ല അല്ലെ? നമ്മൾ ഇത്രയും പ്രായമൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് ജപമാല ചൊല്ലി, പക്ഷെ ജീവിതത്തിന് വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായോന്ന് വെച്ചാൽ
പരിക്കുകളൊന്നും ഇല്ലാതെ അങ്ങനെ അങ്ങോട്ട് പോകുന്നു എന്നല്ലാണ്ട് വലിയ വലിയ സംഭവങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ല, അല്ലെ? പക്ഷെ പരിശുദ്ധമ്മ പറയുന്നത് എന്താണ്? ജപമാല ശക്തമായിട്ട് ഉപയോഗിക്കണമെന്ന്. അപ്പൊ എന്താ കാര്യം? പിശാചിനെതിരെ നിൽക്കുന്ന ഒരു ശക്തമായ വെപ്പണാണെന്ന് മറിയത്തിന് നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ എവിടെയെങ്കിലും പോയാലും ജപമാല ചെല്ലിയാലും ചെല്ലിയില്ലെങ്കിലും കയ്യിൽ ജപമാല എടുത്ത് പിടിച്ചോളാം. അതൊരു നിർബന്ധമാണ്. മനസ്സിലായോ? കയ്യിലെടുത്ത് പിടിക്കുന്നത് എന്തിനാണ്? അത് നമുക്കൊരു ബലം. നമ്മളത് ചെല്ലാൻ നമുക്ക് സാഹചര്യം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾക്കൊരു ശക്തിയാണ്, അല്ലെ? നമ്മുടെ കയ്യിൽ ഒരു വെപ്പണാണ്. ഉള്ളിലെങ്കിലും നന്മ നിറഞ്ഞ മറിയമേ എന്ന് ചൊല്ലാൻ. നമ്മള് കയ്യിൽ, അതായത് നമ്മള് വെറും കൈയോടെ യുദ്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തോൽവി സമ്മതിച്ചേ മതിയാവും, അല്ലെ? നമ്മുടെ കയ്യിൽ വെപ്പൺ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് എന്ത് സംഭവിക്കും? നമ്മളെ ചെറിയ ചെറിയ പരിക്കുകൾ ഉണ്ടെങ്കിലും നമുക്ക് ജീവനിൽ ജീവഹാനി ഉണ്ടാവില്ല, അല്ലെ? ഉണ്ടാവോ? നല്ല ഹെൽമെറ്റിന്റെ കാര്യം പറഞ്ഞ പോലെ ഹെൽമെറ്റ് ധരിച്ചവർക്ക് ഒരുപാട് വലിയ ഭീകരമായ ആക്സിഡന്റ് ഒന്നും ഇല്ലാതെ രക്ഷപ്പെടാൻ സാധിക്കും, ദൈവം അനുഗ്രഹിച്ചാൽ. അപ്പോ ഇത് ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മീയതയുടെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അനുസരണം എന്ന് പറയുന്ന ദൈവത്തിനെ അനുസരിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ള യാത്രകളിൽ ശക്തമായ സംരക്ഷണം കിട്ടൂ, അല്ലെങ്കിൽ നമുക്കെതിരെ നിൽക്കുന്ന ശക്തി ദുർബലപ്പെടൂ. ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവട്ടെ. മറിയത്തിന് സ്തോത്രഗീതം വായിക്കാം. ഗ്രേസി പൗലോസ് വായിക്കണേ. വായിക്കാം. മറിയത്തിന്റെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. ദൈവവചനമാണ് നാം കേട്ടത്. ദൈവത്തിന് സ്തുതിക്കാം. അവിടുന്ന് തന്റെ അവന്റെ തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. അത് ഈ ശക്തി പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ്? അതിന് തൊട്ട് മുമ്പിലുള്ള വചനമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും കരുണയാണ് ശക്തിയായി നമ്മുടെ കൂടെ നിലകൊള്ളുന്നത്, അല്ലെ? ദൈവകരുണ എന്ന് പറയുന്നത് നമുക്ക് ദൈവം നൽകുന്ന ഒരു പ്രൊട്ടക്ഷൻ ആണ്, സ്നേഹമാണ്, കരുതലാണ്, അല്ലെ? ഇതെല്ലാം ഇതിന്റെ അടിസ്ഥാനമാണ്. ദൈവിക ശക്തിയാണ്, അല്ലെ? ആണോ? ദൈവിക ശക്തിയാണ് അതെല്ലാം പ്രകടമാക്കുന്നത്. അപ്പൊ അതായത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ മേഖലകള് നമുക്കുണ്ട്. പക്ഷെ റിയാലിറ്റിയിലേക്ക് വരുമ്പോ, അതായത് ഈ ആത്മീയതയുടെ റിയാലിറ്റിയിലേക്ക് വരുമ്പോ നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ചതും നമ്മൾ ഇന്ന് ചെയ്ത നന്മകളും നമ്മൾ ഇന്ന് വരെ അധ്വാനിച്ച ആത്മീയവും ഭൗതികമായ ഒരു അധ്വാനമേ ഒന്നും തന്നെ ആയിട്ടില്ല എന്ന് മനസ്സിലാക്കി തരും, അല്ലേ? എന്തോരം നമ്മൾ ചെയ്തിട്ടുണ്ടോ അത്ര അത് ഇങ്ങനെ ചുരുങ്ങി അതാണ് സ്നാപകയോഹന്നാൻ പറയുന്നതിന്റെ കാര്യം. ഈശോ വളരുകയും ഞാൻ ചെറുതാവുകയും വേണം. അപ്പോ ഒരുപാട്, അതായത് വിശുദ്ധരുടെ സമൂഹങ്ങളില് എല്ലാവർക്കും ഭയങ്കര സഫറിങ്. അതായത് ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു, യഹൂദരെ ഭയന്ന് കതകടച്ച് ഇരുന്ന ശിഷ്യന്മാരുടെ ഇടയിലേക്ക് ഈശോ വന്നിട്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഈശോ പരിശുദ്ധാത്മാവിനെ കൊടുത്തു. അവരത് സ്വീകരിച്ചു എന്നുള്ളതിന്റെ അടയാളമാണ് പിന്നെ അവര് സധൈര്യം അവര് പുറത്തേക്ക് ഇറങ്ങുന്നത്, അല്ലെ? അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ ജീവിതമൊക്കെ എന്താണ്? ഭയങ്കര പവർഫുൾ ആയിരുന്നു. അന്ന് വരെ പത്രോസ്ലീഹ തള്ളിപ്പറഞ്ഞ യേശുവിനെ
പബ്ലിക്കായിട്ടാണ് പ്രസംഗിച്ച് 3000-ഓളം ജനതയെ, ഒരു വലിയൊരു ജനസമൂഹത്തെ ക്രിസ്തുവിന്റെ വിശ്വാസത്തിലേക്ക് അടുപ്പിച്ചത്. അല്ലെ? 3 പേരുടെ മുമ്പില് തള്ളിപ്പറഞ്ഞ ആ ശിഷ്യൻ 3000 പേരെ ഒറ്റ പ്രസംഗം കൊണ്ട് ക്രിസ്തുവിന്റെ വിശ്വാസത്തിലേക്ക് അടുപ്പിച്ചു. അല്ലെ? ഇതൊക്കെ ആരുടെ പ്രവൃത്തിയാണ്? ദൈവത്തിന്റെ ദൈവിക ശക്തിയുടെ പ്രവൃത്തി. ദൈവിക ശക്തി എന്ന് പറഞ്ഞാൽ ആരാണ്? പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവാണ് ഈ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് അവിടുന്ന് ഭുജം, അതായത് ദൈവത്തിന്റെ കരങ്ങൾ, ദൈവം നിശ്വസിച്ച് അല്ലെങ്കിൽ ദൈവം അനുഗ്രഹിച്ച്, ദൈവം ആശീർവദിച്ച്, നമ്മളിപ്പോ ഇപ്പൊ നേർച്ചയൊക്കെ കഴിക്കുന്നതും സാധാരണ ഫുഡ് കഴിക്കുന്നതും തമ്മിലൊരു വിശ്വാസ തലത്തിലും ഭൗതിക തലത്തിലും വ്യത്യാസമുണ്ട്. അല്ലേ? നേർച്ച എന്ന് പറഞ്ഞാൽ നേർച്ചയാണ് എന്നുള്ള ബോധ്യത്തോടുകൂടെ നമ്മളത് താഴ്ത്തി വീണാല് അത് ചവിട്ടാതിരിക്കാനോ, അല്ലെങ്കിൽ പിന്നെ താഴ്ത്തി കളയാതിരിക്കാൻ, അല്ലെങ്കിൽ നേർച്ചയാണത് വേസ്റ്റായി കളയാതിരിക്കാനായിട്ട് ചിലപ്പോ നമ്മളുണ്ടാക്കിയതിന്റെ ആയിരിക്കും, പക്ഷെ അതിന്റെ സ്വഭാവം മാറി. അല്ലെ? എന്താ മാറിയ കാര്യം? എന്താണ് അത്? വെഞ്ചരിച്ചു, കൂദാശവചനങ്ങളാൽ അതിനെ വിശദീകരിച്ചു. അപ്പൊ അവിടെ എന്താ സംഭവിച്ചത്? കൂദാശവചനങ്ങൾ ഉച്ചരിക്കുമ്പോ അവിടെ എന്താണ് സംഭവിക്കുന്നത്? സാന്നിധ്യവും അത് ദൈവിക ശക്തിയുടെ നിവേശിതമായി, ദൈവിക ശക്തി അതില് പ്രവഹിച്ചു. അല്ലെ? അപ്പൊ എന്താണ് നമ്മളിപ്പോ വീട്ടില് ഇപ്പം ഹോളി വാട്ടറും നമ്മൾ സാധാ വാട്ടറും ഒരു കുപ്പിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു തോന്നലും തോന്നൂല. തോന്നുവോ? ഇല്ല. കുടിച്ചാലും പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചൊന്നും തോന്നാറില്ല. പക്ഷെ വിശ്വാസിന് തോന്നാറുണ്ട്. അല്ലേ? നമ്മള് ഹോളി വാട്ടർ എന്ന് വിചാരിച്ച് നോർമൽ വാട്ടർ എടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ വിശ്വാസിനറിയാം ഇവനെ പിടിക്കാൻ ഇപ്പൊ എനിക്ക് സാധിക്കും. അല്ലെ? ഇവിടെ കാനഡയിൽ ഒരിക്കല് മറ്റേ ബ്ലാക്ക് മാസിന്റെ ഭയങ്കരമായ ഒരു ഫംഗ്ഷൻ നടക്കാൻ വേണ്ടി അവർ ഒരുപാട് കഷ്ടപ്പെട്ടു. അല്ലെ? പക്ഷെ അന്നേരം അവര് കയ്യിൽ ഉപയോഗിച്ച വെപ്പൺ എന്തായിരുന്നു? ഇവിടുന്ന് കുറെ മലയാളികളായ കുറെ യുവജനങ്ങൾ, അല്ലാത്ത യുവജനങ്ങളൊക്കെ അവര് കയ്യിൽ കരുതിയ ഒരു മാരകമായ ആയുധമായിരുന്നു ഹോളി വാട്ടർ. അല്ലേ? ഈ ഹോളി വാട്ടർ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെയുള്ള വ്യക്തികൾ, അതായത് അവരുടെ മേത്തോട്ട് ഇത് സ്പ്രേ ചെയ്യുമ്പോ അല്ലെങ്കിൽ ഒഴിക്കുമ്പോ ഇവര് തിളച്ച വെള്ളം മേത്തൊഴിക്കുന്ന, തീ മേത്ത് വീഴുന്ന പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ നോർമൽ വാട്ടർ ആണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ അനുഭവിക്കുമോ അവര്? ഇല്ല. അപ്പൊ ഈ നമ്മള് ദേഹത്ത് വീഴുമ്പോ നമുക്കൊന്നും തോന്നുന്നില്ല. പക്ഷെ ഇവരുടെ ഈ തിന്മയുടെ ശക്തിയുടെ മേൽ ഈ പരിശുദ്ധിയുടെ ശക്തി വീഴുമ്പോഴേക്കും അവർക്ക് അതിനെ എതിർത്ത് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ദൈവത്തിന്റെ ശക്തി പച്ചവെള്ളത്തിലും എല്ലാത്തിലും ഇങ്ങനെ വ്യാപരിച്ചിട്ടുണ്ട്. പക്ഷെ എവിടെ കൂടിയാണത് മനസ്സിലാക്കുന്നത്? നമ്മുടെ ഒരു വിശ്വാസ തലത്തിന്റെ വിശുദ്ധി വളരുന്ന അനുസരിച്ചിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു തീഷ്ണത ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും നമുക്കൊരു ഇപ്പൊ വെഞ്ചരിച്ച എണ്ണ, അതുപോലെ തേൻ, ഇതൊക്കെ നമുക്ക് വീട്ടില് ഒരു കൈമരുന്ന് പോലെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇല്ലേ? പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മള് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന സാഹചര്യം ആണെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കും. എനിക്കൊക്കെ പണ്ട് ചെവി വേദന, കുത്തി വേദനയാണ്, ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ എന്റെ അമ്മ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഈ വെളിച്ചെണ്ണ ചെറിയതായിട്ട് ചൂടാക്കി അന്ന് കപ്പൽവള്ളിയില് മാതാവിന്റെ വെളിച്ചെണ്ണ ഒഴിച്ചു വെക്കുന്ന ഒരു വിളക്കുണ്ട്, നിലവിളക്ക് പോലെ അന്ന് ഉണ്ടായിരുന്നത് അതിന്റെയൊക്കെ ചെറുപ്പകാലത്തിൽ. അപ്പൊ അമ്മ ശനിയാഴ്ച പോകുമ്പോൾ ഒരു കുഞ്ഞു കുപ്പിയിൽ എപ്പോഴും എടുത്തുകൊണ്ട് വരും. അപ്പൊ അങ്ങനെ ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ രാത്രി പാതിരാക്കൊക്കെ വന്നെങ്കിൽ പോകാൻ പറ്റില്ല. അപ്പൊ അമ്മ ചെയ്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ചെവിയിൽ ഇങ്ങനെ ഒഴിച്ചൊക്കെ തന്നു, അങ്ങനെ ആശ്വാസം എടുത്ത് അങ്ങനെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് കുറെ. അങ്ങനെയുള്ള കുറച്ച് ഇതിന്റെയൊക്കെ ഉള്ളിൽ എന്താണ് ഒരു വിശുദ്ധീകരണ ആ വസ്തുക്കൾക്കൊക്കെ സംഭവിച്ചത് കൊണ്ടാണ്. അല്ലെ? നമ്മൾ വീട്ടിൽ വെച്ചിരിക്കുന്ന സാധാരണ വെളിച്ചെണ്ണ ഉപയോഗിച്ചാലൊന്നും ഈ ഒരു സഹായം ലഭിക്കണമെന്ന് നിർബന്ധമില്ല. അല്ലെ? അപ്പൊ ഇതിലൊക്കെ ദൈവിക ശക്തിയുടെ ആവാസം ഉള്ളതുകൊണ്ട്, അതുകൊണ്ടാണ് എല്ലാ വസ്തുക്കളും നമ്മൾ വിശുദ്ധ ഗ്രന്ഥം മാത്രമേ, ബൈബിൾ മാത്രമേ വെഞ്ചരിക്കാത്തുള്ളൂ. നമ്മളിപ്പോ നമ്മള് ഉപയോഗിക്കുന്ന ഫോൺ, എന്റെ ഫോൺ എന്ന് വെച്ചാല് എന്റെ വീട്ടില് ഈ ഹസ്ബൻഡിന്റെ ആണെങ്കിലും മോന്റെ ആണെങ്കിലും ഫോൺ തവിട് പൊടിയ പോലെ ഇരിക്കണം. അവരുടെ 2 ഫോൺ വാങ്ങിച്ചാലും
എന്റെ ഒരു ഫോൺ പുതിയതുപോലെ ഇരിക്കും. അപ്പോ ആവശ്യമില്ലാത്ത ഒരു കാര്യം ഞാൻ എന്റെ ഫോണിൽ എടുക്കാറില്ല, നോക്കാറില്ല. അങ്ങനെ എടുത്താൽ തന്നെ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ വന്നിട്ടുണ്ട്. നമ്മളെ മനഃപൂർവ്വം എടുക്കണല്ല, അവിചാരിതമായിട്ടൊക്കെ കയറി വന്നാലും അത് അങ്ങനെയുള്ള മേഖലകളിലോട്ടൊന്നും യൂസ് ചെയ്യാൻ എന്റെ ഫോൺ എടുക്കുക. പിന്നെ മോൻ ഗെയിം എടുത്ത് കളിക്കുമ്പോൾ തന്നെ ഞാൻ നല്ല വഴക്കൊക്കെ പറയാറുണ്ട്, ഒരു ചേരൊക്കെ കൊടുക്കും. എന്നാലും അവനറിയാം ഞാനിത് വെഞ്ചരിച്ചിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. നെഞ്ചിരിച്ചിട്ട് അത് ആദ്യമായിട്ട് ഫോൺ വാങ്ങിച്ചപ്പോ ഈശോനോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, നീ ഫോൺ കൊണ്ടുപോയി വെഞ്ചരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛന്റെ അടുത്ത് ഞാൻ കൊണ്ടുപോയി വെഞ്ചരിച്ചപ്പോ അച്ഛൻ എന്നെ കളിയാക്കി, ഇതൊക്കെ പോവോടോ, ഇതൊന്നും വലിയ ക്വാളിറ്റി എന്നുള്ളതല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല അച്ഛാ, ഇപ്പൊ കയ്യിലുള്ള കാശ് വെച്ച് ഇങ്ങനത്തെയൊക്കെ വാങ്ങിക്കാൻ പറ്റുള്ള. പക്ഷെ കർത്താവിനറിയാലോ, അച്ഛനൊന്ന് വെഞ്ചരിച്ചിങ്ങ് തന്നാ മതി, പിന്നെ കർത്താവ് അത് ഏറ്റെടുത്തോളും. കർത്താവിന്റെ കയ്യിൽ അത് സുരക്ഷിതമായിരിക്കും. ഒരു മുകളിൽ നിന്ന് രണ്ട് നിലയെ മുകളിൽ നിന്ന്, ടെറസിന്റെ മുകളിൽ അപ്പുറത്ത് മുകളിൽ നിന്നും എന്റെ ഫോൺ താഴെ വീണിട്ടുണ്ട്. ഒന്നും സംഭവിച്ചില്ല എന്ന് വെച്ചാൽ ഒരു പോറല് പോലും വന്നില്ല. പക്ഷെ ഹസ്ബൻഡിന്റെ ആണെങ്കിലും മോന്റെ ഫോൺ ആണെങ്കിലും അവരുടെ ഒരു ഇഞ്ചപ്പരിവൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്. വളരെ കുറച്ചു നാളാകുമ്പോൾ തന്നെ അവരുടെ ഫോൺ പെട്ടെന്ന്. പക്ഷെ എന്റെ ഫോൺ ഞാൻ നന്നായിട്ട് ഒന്നും ഉപയോഗിക്കുന്നില്ല, ഭയങ്കര കെയർഫുൾ ആയിട്ടൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. പക്ഷെ ഒരു എപ്പോഴും പുത്തനായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. വലിയ വലിയ അപകടങ്ങളൊന്നുമില്ല, എത്ര താഴെ വീണാലും ഒരു പ്രശ്നവുമില്ലാതെ എന്നെ ഈ ഫോൺ സംരക്ഷിച്ചിട്ടുണ്ട്. കാരണം പിന്നെ അതുമല്ല, നമ്മള് ഫോണാണെങ്കിലും എന്താണെങ്കിലും വെഞ്ചരിച്ചു എന്നുള്ളതിന്റെ ആ ഒരു ബോധ്യത്തിൽ തന്നെയാണ് അത് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുപോലെ അങ്ങനെയുള്ള ഒരു ചിന്തയോട്, വിശ്വാസത്തോട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇവിടെ എല്ലാം ആരുടെ ശക്തിയാണ് വ്യാപരിക്കുന്നത്? ദൈവിക ശക്തിയാണ് ഇതെല്ലാം വ്യാപിക്കുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ വിശ്വാസ തലത്തെ എത്രത്തോളം വിശുദ്ധിയോടെ സൂക്ഷിക്കുന്നു, അത്രത്തോളം നമുക്ക് ദൈവിക പ്രൊട്ടക്ഷനും അല്ലെങ്കിൽ പിശാചിനെതിരെയുള്ള പ്രതിയോഗിയായിട്ട് എന്റെ ജീവിതം, ഞാൻ ഉപയോഗിക്കുന്ന വസ്തു, ഞാൻ ഉപയോഗിക്കുന്ന ജപമാല, ഞാൻ ഉപയോഗിക്കുന്ന പ്രയർ ബുക്ക് എല്ലാം അതിലൊരു ദൈവിക ശക്തിയുടെ ഒരു വ്യാപാരം എപ്പോഴും ഉണ്ട്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഞാൻ എല്ലാവരുടെയും വീട്ടിൽ ചെല്ലുമ്പോൾ മിക്കവരുടെയും ഞാൻ പോവാണ്ട് സാധിക്കുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ഫസ്റ്റ് നോക്കുന്നത് പ്രാർത്ഥന ചെയ്യുന്ന ഈശോയുടെ രൂപം എവിടെയാണെന്നാണ് നോക്കുന്നത്. പിന്നെ അവരുടെ ബൈബിൾ എവിടെ, എങ്ങനെ ഇരിക്കണെന്ന് നോക്കും. പലരുടെയും ബൈബിളിന്റെ മുകളിൽ പലവിധ ബുക്കുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവും. ഞാൻ എന്നിട്ട് കാണുമ്പോൾ പറയാറുണ്ട്, ഓടുന്ന സമയത്തൊക്കെ ഞാൻ പറയാറുണ്ട്, അങ്ങനെ ചെയ്യരുത്, ഒരിക്കലും ബൈബിളിന്റെ മുകളിൽ വേറൊരു ബുക്ക് വെക്കരുത്. കാരണം ഇത് എനിക്ക് അറിവില്ലാത്ത ഒരു സമയത്ത് ദൈവം തന്നെ എന്നോട് പറഞ്ഞു തന്നൊരു കാര്യമാണ്. പക്ഷെ ഒരു വൈദികരോ അങ്ങനെ ഒരു കാര്യം അങ്ങനെ പറഞ്ഞു തന്നല്ല, എനിക്ക് ഈശോ പറഞ്ഞു തന്ന കാര്യമാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ അവരും അതുപോലെ ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനും തുടങ്ങി. പിന്നെ ചിലവര് എക്സ്ക്യൂസ് ഒക്കെ പറയും, ഞങ്ങൾ അങ്ങനെ വെക്കാറില്ല, അതെന്താ സംഭവിച്ചത്? എക്സ്ക്യൂസ് പറഞ്ഞ് ന്യായീകരണം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ദൈവിക നന്മയ്ക്ക് നിലനിൽപ്പില്ല. അതുപോലെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു അതികുർബാന സ്വീകരണത്തിന് എന്നെ കൊച്ചിന്റെ വിളിച്ചു. അപ്പൊ ഞാൻ വന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്നോട് പോകാനുള്ള ഒരു ഇത് എന്റെ ഉള്ളില് തോന്നി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ബൈബിള് വായിക്കുന്ന ഒരു ചേച്ചിയാണ്. ബൈബിള് ലോഗോസ് ക്വിസിനൊക്കെ പങ്കെടുക്കുന്ന 4 പ്രാവശ്യം സമ്മാനമൊക്കെ കിട്ടിയതാണ്. ബൈബിള് അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട് ബൈബിള്. പക്ഷെ ഞാൻ നോക്കുമ്പോ നടയിൽ അവർക്ക് കിട്ടിയ പല സമ്മാനങ്ങള്, കൊച്ചുങ്ങളുടെയും അവരുടെയൊക്കെ ട്രോഫികള് ഈ നടയെ കയറ്റി വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി ഇത് ഇങ്ങനെ വെക്കാൻ പറ്റുന്ന സ്ഥലമാണോ ഇത്? നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്പേസ് വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പാടില്ല, അത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അത് ഞാൻ തൽക്കാലത്തേക്ക് വെച്ചത്. അപ്പൊ അവരുടെ വീട്ടിൽ ഇനി തൽക്കാലത്തേക്ക് വെച്ചെന്ന് ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാല് എനിക്ക് മനസ്സിലായില്ല. അവിടെ ആളുകൾ വരുമ്പോ നടയിലോട്ട് നോക്കുമ്പോൾ ട്രോഫി കാണാൻ വേണ്ടിയാണോ ഒന്നും എനിക്ക് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു, എന്തായാലും കൊള്ളാം, അവിടെ നിന്ന് എടുത്ത് മാറ്റിക്കൊള്ളാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായില്ല പോകാനായിട്ട്. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഞാൻ അവിടെ പോയത് എന്തിനാ? ഈ ട്രോഫി എടുത്ത് മാറ്റിക്കാൻ വേണ്ടി, പറയാൻ വേണ്ടി ആയിരിക്കാം ചിലപ്പോ അവിടെ പോയത്. എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായില്ല പോകാനായിട്ട്. പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ ഉന്തിത്തള്ളിയേക്ക് വിടും. എന്താ ഇതിന്റെ പുറകില് എന്താ സംഭവിക്കണത്? ഇവിടെ എല്ലാം തെറ്റുകൾ തിരുത്തപ്പെടുക എന്നുള്ളത് ദൈവിക നന്മയുടെ ശക്തിയാണ്, അല്ലേ? ദൈവിക നന്മയുടെ ശക്തിയുടെ അതായത് ശക്തി എന്ന് പറഞ്ഞാല് നമ്മൾ വിചാരിക്കുന്ന മാത്രമല്ല,
ഒരു അതായത് ഒരു നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു ശക്തി നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത് മാത്രമല്ല, എല്ലാ തിന്മയെയും തിരിച്ചറിയുവാനുള്ള വിവേകവും ദൈവിക നന്മയുടെ ശക്തിയാണ്. അല്ലേ? ആണോ? അതെ ഏ? ഇതാണ് ദൈവത്തെ അനുസരിക്കുമ്പോൾ, ദൈവത്തെ സ്നേഹിക്കുന്ന നാഴികക്ക് 40 വട്ടം പറയുന്നതിലൊന്നും ഒരു കാര്യമില്ല. ഫുൾ ടൈം ബൈബിൾ എഴുതുന്നതിലോ വായിക്കുന്നതിലോ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ എപ്പോഴും പങ്കെടുക്കുന്നതിലോ ഒരു കാര്യമില്ല. കാര്യമുണ്ടോന്ന് ചോദിച്ചാൽ ദൈവത്തെ അനുസരിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഉപകാരപ്പെടും, അതിന് ഫലം ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? അറിഞ്ഞുകൊണ്ട് നമ്മൾ ഈശോയെ ക്രൂശിക്കാൻ നിൽക്കുന്നത് പോലെയാവും. ഇങ്ങനെയാണ് ഈശോ വലിയ വേദനയോടുകൂടെ ഇന്ന് സഭാമക്കളെ കാണുന്നത്. അതിനുവേണ്ടി പ്രത്യേകമായിട്ട് ഈശോയുടെ കരുണയിൽ അനുസരണമില്ലാത്ത എല്ലാ ജീവിതങ്ങളിലും അപകടങ്ങളുടെ ഭീകരമായ കെട്ടും പിണഞ്ഞു കിടപ്പുണ്ട്. ഇതോടെയൊക്കെ അഴിച്ചു മാറ്റണമെങ്കിൽ നമുക്ക് തന്നെ അറിയില്ല. അതുകൊണ്ട് കർത്താവ് തന്നെ അത് അഴിച്ചു മാറ്റണം. അതിന് ദൈവത്തെ പൂർണ്ണ മനസ്സോട് പൂർണ്ണാത്മാവോട് സ്നേഹിക്കാൻ പഠിക്കണം. സ്നേഹിച്ചാൽ നമുക്ക് അനുസരിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല, ഒരു പ്രയാസവും ഇല്ല. അപ്പൊ ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ നമ്മളിലുള്ള കുറവുകളും ബലഹീനതകളും തിരിച്ചറിയണം. എങ്കിൽ മാത്രമാണ് പൂർണ്ണമായിട്ട് അത് ആ ഒരു സറണ്ടറിങ് നടക്കുള്ളൂ. അതിന് ഈശോയുടെ കരുണയിൽ ആശ്രയിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പാപ്പയുടെ എല്ലാ നിയമങ്ങൾക്ക് വേണ്ടി സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ നാമം